ആട്ട പ്ലാസ്റ്റിക് ഇരുമ്പ് കുപ്പി കൊടുക്കാനുണ്ടോ? அப்பா என்னடா பசிக்குதப்பா. கொஞ்சம் பொறுமையாயிடுறா. கொஞ்சம் தண்ணி குடி. தண்ணி எனக்கு வேண்டப்பா, பசிக்குது. சாப்பிடலாடா, கொஞ்சம் வெயிட் பண்ணு. എന്നുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇത് അപ്പൂസിന്, ഇത് ഞുഞ്ഞൂസിന്. ഇനി മാമന്റെ വിഷു കൈ നീട്ടാം. അപ്പൂസിന്, ഞുഞ്ഞൂസിന്. നീ മാത്രം വന്നുള്ളോ? എനിക്കിപ്പോ തന്നെ പോണം. എന്ത് തരത്തിലും ചോർന്ന് കഴിഞ്ഞിട്ട് പോയാതി. ആട്ട പ്ലാസ്റ്റിക് ഇരുമ്പ് കൊടുക്കാനുണ്ടോ? ആട്ട ഇരുമ്പ് പേപ്പർ കുപ്പി ഏതാവത് ഇരിക്കാ? ഇവിടെ ഒന്നുമില്ല. ഏതാവത് ഇരുന്നാ കൊടുങ്കമ്മ. ഇറങ്ങിക്കോളൊന്ന് വിഷുവായിട്ട്. ഏതാവത് ഇരുന്നാ കൊടുങ്കണ്ണേ. ഒന്നുമേ കിടക്കല്ലേ. ആ ചായപ്പിന്റെ സൈഡിൽ കുറച്ച് സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. നീ അതങ്ങോട്ട് എടുത്ത് കൊടുത്തേരെ. ഞാൻ ചേട്ടന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. ഇതുങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കൈ കിട്ടുന്ന താനൊക്കെ അടിച്ചോണ്ട് പോവും. നാങ്ക അപ്പടിപ്പെട്ടവങ്ക അല്ല സാർ. ഉവ്വ വാ. ഇതെന്റെ കളിപ്പാട്ട. അമ്മേ അപ്പോൾ കേടാ. ഇത് കാട്ടി കളഞ്ഞിട്ട് മോൻ വേറെ എടുത്തോട്ടോ. എന്താ ഇവിടെ കണ്ടാ കണ്ണ് തെറ്റിയപ്പോഴത്തേക്ക് ആപ്പിള് കട്ടോണ്ട് വേണ്ട. നീ കണ്ടാ ആപ്പിള് കട്ടെടുക്കുന്നത്? ഞാൻ കണ്ടില്ല. എന്നാ ഞാൻ കണ്ടു. இந்த வாட்டி மன்னிச்சிடம்மா, குழந்தை தெரியாம பண்ணது. മോന് വിശക്കണ്ടോ? അത് ചീത്ത ആപ്പിള. ആന്റി വേറെ തരാം. രണ്ടാളും കൈ കഴുകിയിട്ട് വായോ, ഭക്ഷണം കഴിക്കാം. വേണ്ടമ്മ. വാ, കൈ കഴുകിയിട്ട് വായോ. മോൻ കഴിക്കും, വയറിറച്ച് കഴിക്കും. അച്ഛാ, ആ ചേട്ടന്റെ ഉടുപ്പൊക്കെ കീറിയതാ. മാമൻ തന്ന ഉടുപ്പ് ആ ചേട്ടന് കൊടുക്കട്ടെ. മറ്റുള്ളവരുടെ സങ്കടങ്ങളും ഇല്ലായ്മകളും മനസ്സിലാക്കി അവരെ സഹായിക്കണമെന്ന് തോന്നിയ ആ കുഞ്ഞു മനസ്സുണ്ടല്ലോ, അവനാ. ഞാനില്ലാണ്ട് പോയാലും എനക്ക് ദൈവം തന്നെത്താണ്. വല്ല പഴയ ഉടുപ്പുണ്ടെങ്കിൽ എടുത്തു കൊടുത്താ പോരെ. പിന്നെ പിള്ളേര് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോ നമ്മളല്ലേടാ കൂടുതൽ. കണ്ണം കണ്ട തണ്ടി പിള്ളേർക്കാണല്ലോ ഞാൻ ഉടുപ്പ് എടുത്തു.